ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോണ ടോപ്പിക്കാണ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് എന്ന ടോപ്പിക്. ഓക്കെ, അപ്പോൾ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് ഏത് ടോപ്പിക്കിൽ വരുന്ന സബ് ടോപ്പിക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണ ടോപ്പിക്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിപ്പിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമായിരുന്നു കേബിളിൻ്റെ ഉള്ളിലുള്ള 3 പാർട്ടുകളുണ്ട്. ഉള്ളിലായിട്ട് വരുന്ന ഒരു പാർട്ടാണ് നമ്മളുടെ കണ്ടക്ടർ അല്ലേ. കണ്ടക്ടറിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലേ. പലതരത്തിലുള്ള കണ്ടക്ടേഴ്സ് ഉണ്ട്. കണ്ടക്ടർ എന്ന് പറയുമ്പോൾ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? കണ്ടക്ടർ നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യണത് എന്തിനാണ്? ഇലക്ട്രിക്കൽ കറണ്ടിനെ ക്യാരി ചെയ്യാനായിട്ട്, അതിനെ കൊണ്ടുപോകാനായിട്ട്, ട്രാൻസ്പോർട്ട് ചെയ്യാൻ. ഓക്കെ, അതിന് നമ്മൾ ബേസിക്കായിട്ട് ഉപയോഗിക്കുന്ന 2 ടൈപ്പ് ഓഫ് കണ്ടക്ടർ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോപ്പറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു, അലുമിനിയത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ ബെസ്റ്റ് കണ്ടക്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിൽവറാണ്. പക്ഷേ എന്തുകൊണ്ട് സിൽവർ ഉപയോഗിക്കണില്ല എന്ന് കാരണമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. അതിൻ്റെ ഹയർ കോസ്റ്റ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ റയറസ്റ്റ് ഓഫ് റയറായിട്ട് നമ്മൾ സിൽവർ ഒരു കണ്ടക്ടറായിട്ട് യൂസ് ചെയ്യാത്തത്. ഓക്കെ, തീരെ യൂസ് ചെയ്യാറില്ല. ഓക്കെ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ബെസ്റ്റ് കണ്ടക്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോപ്പറാണ്. അത് കമ്പാരിറ്റീവ്ലി ചീപ്പറാണ്. പ്രോപ്പർട്ടീസ് വേറെ പല രീതിയിലും നല്ല രീതിയിൽ നമുക്ക് ഗുണകരമായ രീതിയിലുള്ള കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ വന്നതാണ് അലുമിനിയം നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്നത് ലോങ് ഡിസ്റ്റൻസ് പവർ ഡിസ്ട്രിബ്യൂഷനാണ് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലുമിനിയം അത്ര ലാഭമല്ല, പക്ഷേ കുറേ ദൂരത്തേക്കാണ് നമ്മൾ ഉപയോഗിക്കണതെങ്കിൽ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാങ്ങിക്കണതെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല, അത് നല്ല രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അതങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് അലുമിനിയം എന്ന് പറയുന്നത്. ലോങ് ഡിസ്റ്റൻസ് പവർ ഡിസ്ട്രിബ്യൂഷനാണ് ബേസിക്കലി. പിന്നെ നമ്മൾ പറഞ്ഞു 60% കൂടുതൽ ആവശ്യം വരും. ഫോർ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു മീറ്ററുള്ള ഒരു കോപ്പർ വയറാണ് ഉപയോഗിച്ചതെങ്കിൽ അലുമിനിയം ഉപയോഗിക്കുമ്പോൾ അത് 1.6 മീറ്റർ ആയിരിക്കണം അതിൻ്റെ ഡയമീറ്റർ വേണ്ടത്. ഓക്കെ, 60% കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ പറഞ്ഞു. അതാണ് കണ്ടക്ടർ എന്ന രീതിയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്. ഓക്കെ, അപ്പോൾ കണ്ടക്ടർ മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇല്ല, കണ്ടക്ടർ കൊണ്ട് മാത്രം കാര്യമില്ല. കണ്ടക്ടർ മാത്രം പോവുകയാണെങ്കിൽ ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോക്ക് അടിച്ച് പലരും മരിക്കും അല്ലേ. കണ്ടക്ടർ മാത്രമാണ് കറണ്ട് ക്യാരി ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കണതെങ്കിൽ. കണ്ടക്ടർ മാത്രമല്ല, അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ലെയറിന് പറയുന്ന പേരാണ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ. ഓക്കെ, ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഇൻസുലേഷൻ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഇൻസുലേഷൻ? ഓക്കെ, എന്തിനാണ് ഇൻസുലേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഥവാ ഏതെങ്കിലും തരത്തിലുള്ള ലീക്കേജ് ഉണ്ട്. ഓക്കെ, കറണ്ട് കണ്ടക്ടറിൽ നിന്ന് ലീക്കേജ് സംഭവിക്കുകയാണ്. ഓക്കെ, അപ്പം ഈ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഹൈലി റെസിസ്റ്റീവ് ആയിരിക്കണം. അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. ആ കറണ്ടിനെ പുറത്തേക്ക് പോവാതെ പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി ഈ ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിന് ഉണ്ടാവും. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക്കലി ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക്കലി പറയണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിന് കുറച്ച് പ്രോപ്പർട്ടീസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഓക്കെ, ഫസ്റ്റ് വൺ ഹൈലി റെസിസ്റ്റിവിറ്റി. ഓക്കെ, ഹൈ റെസിസ്റ്റിവിറ്റി, നല്ല രീതിയിൽ റെസിസ്റ്റൻസ് ഉണ്ടാവണം. ഓക്കെ, കറണ്ടിനെ പിടിച്ചു നിർത്താൻ, പുറത്തേക്ക് പോകാതെ പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി കൂടുതലായിരിക്കണം ആർക്ക്? ഈ ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിന്. രണ്ടാമത്തെ ഹൈ ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് പരുവത്തിലാണോ വേണ്ടത് ആ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. ഓക്കെ, അല്ലാതെ നമ്മൾ വളച്ചാൽ പൊട്ടുന്ന രീതിയിലുള്ള മെറ്റീരിയലായിരിക്കരുത് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഫ്ലെക്സിബിളായിട്ട് വളയാനും തിരിയാനും ഉള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവണം. പിന്നെന്താണ്? നോൺ ഇൻഫ്ലാമബിലിറ്റി. ഇൻഫ്ലാമബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കത്തിപ്പിടിക്കാൻ പാടില്ല. അഥവാ എന്തെങ്കിലും ഒരു പവർ ഫെയിലിയറോ എന്തെങ്കിലും സംഭവിക്കുകയാണ്, ഷോർട്ട് സർക്യൂട്ട് വരികയാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് കത്തിപ്പിടിക്കാൻ പാടില്ല.
ഈ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ. പിന്നെ നോൺ ഹൈഗ്രോസ്കോപ്പിക്, ഈർപ്പത്തിനെ വലിക്കാനുള്ള കപ്പാസിറ്റി, അതാണ് ഹൈഗ്രോസ്കോപ്പിക് എന്ന രീതിയിൽ പറയണത്. പിന്നെ എന്താണ് ഹൈലി റെസിസ്റ്റീവ് ടു മോയ്സ്ചർ. ഓക്കെ, മോയ്സ്ചറിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. അതേപോലെ ആസിഡ് ആയാലും ആൽക്കലീസ് ആയാലും അതിനൊക്കെ റെസിസ്റ്റീവ് പവർ കൂടുതലായിരിക്കണം. ഓക്കെ, ഈ മെറ്റീരിയലിന് ആ ഒരു മോയ്സ്ചറിനെ ആസിഡിനെ ആൽക്കലീനെ ഒക്കെ അറ്റാക്ക് വരികയാണെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നല്ല രീതിയിൽ ഉണ്ടാവണം എന്നാണ് നമ്മൾ പറഞ്ഞത്. അടുത്തത് പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി കേപ്പബിൾ ടു വിത്ത്സ്റ്റാൻഡ് ഹൈ റപ്ചറിങ് വോൾട്ടേജ് ആൻഡ് ഹൈ ടെമ്പറേച്ചർ വിത്തൗട്ട് മച്ച് ഡെറ്റീരിയറേഷൻ. ഓക്കെ, നല്ലൊരു വോൾട്ടേജ് വേരിയേഷൻ വരികയാണ്. ആ ഒരു വോൾട്ടേജ് വേരിയേഷനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി, അതേപോലെ തന്നെ നല്ലൊരു ടെമ്പറേച്ചർ വേരിയേഷൻ വരികയാണ്. പെട്ടെന്നാണ് ആ ടെമ്പറേച്ചർ കൂടുക കുറയുക, കാലാവസ്ഥ പെട്ടെന്ന് മാറാനും ഒക്കെ പെട്ടെന്ന് മൈനസിലേക്കും പെട്ടെന്ന് പ്ലസ് എന്താ പറയുക നല്ല രീതിയിൽ 30-40 ഡിഗ്രി സെൽഷ്യസിലേക്ക് വരികയാണുള്ള ടെൻഡൻസി വരികയാണെങ്കിൽ അതിനൊക്കെ എന്താ പറയുക വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ടാവണം? ഈ ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിന് ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ പ്രോപ്പർട്ടീസൊക്കെ ആർക്കുണ്ടാവണം? ഈ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസിന് ഉണ്ടാവണം. അപ്പോൾ ഒന്നുകൂടി പറയാം, എന്താണ് ഫസ്റ്റ് പ്രോപ്പർട്ടി? ഹൈ റെസിസ്റ്റിവിറ്റി, റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി, അതാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ഫ്ലെക്സിബിലിറ്റി, ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഓക്കെ, ഏത് രീതിയിലും വേണമെങ്കിലും വളയ്ക്കാനും തിരിക്കാനും ഒക്കെ പറ്റണം. മൂന്നാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ ഇൻഫ്ലാമബിലിറ്റി. ഇൻഫ്ലാമബിൾ എന്ന് പറഞ്ഞാൽ എന്താ? കത്തി പിടിക്കാൻ പാടില്ല പെട്ടെന്ന്. ഓക്കെ, പിന്നെ പറഞ്ഞാൽ നോൺ ഹൈഗ്രോസ്കോപ്പിക്. ഓക്കെ, പിന്നെ വന്നതാണ് ഹൈലി റെസിസ്റ്റീവ് ടു മോയ്സ്ചർ, ആസിഡ്, അതേപോലെ തന്നെ ആൽക്കലീസ്. ഓക്കെ, ഈ ഒരു മെറ്റീരിയൽസുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ റെസിസ്റ്റീവ് പവർ കൂടുതലായിരിക്കണം, ആസിഡോ ആൽക്കലിയോ അല്ലെങ്കിൽ മോയ്സ്ചറുമായിട്ട്. പിന്നെന്താ പറഞ്ഞത് അവസാനമായിട്ട്? നല്ലൊരു ഹൈ വോൾട്ടേജ്, ഹൈ റപ്ചറിങ് വോൾട്ടേജിന് അതേപോലെ തന്നെ ഹൈ ടെമ്പറേച്ചറൊക്കെ ആയിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ എന്താണ് അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ടാവണം? ഈ ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസിന് ഉണ്ടാവണം. ഓക്കെ, അതാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക്കലി ഈ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യണത്. ഓക്കെ, ബേസിക്കായിട്ടുള്ള അതിൻ്റെ എന്താ പറയുക ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടു പ്രിവെൻറ്റ് ലീക്കേജ് ഓഫ് കറണ്ട് ഫ്രം ദ കണ്ടക്ടർ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ടു പ്രിവെൻറ്റ് ലീക്കേജ് ഓഫ് കറണ്ട് ഫ്രം ദ കണ്ടക്ടർ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രീംലി നല്ല റെസിസ്റ്റൻസ് ഉള്ള ഒരു മെറ്റീരിയലാണ് നമ്മൾ ഇൻസുലേറ്റിംഗ് മെറ്റീരിയലായിട്ട് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്നാൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ നോക്കാം. അതിൽ ആദ്യം വരുന്ന ഇൻസുലേറ്റിംഗ് മെറ്റീരിയലാണ് റബ്ബർ. ഓക്കെ, റബ്ബർ എന്ന് പറയുമ്പോൾ റബ്ബർ പലതരത്തിലുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള റബ്ബറും ഉണ്ട്, അതേപോലെ സിന്തറ്റിക് ആയിട്ടുള്ള റബ്ബറും ഉണ്ട്. ഓക്കെ, പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം എന്താ പറയുക പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ടിനെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ അതിലുണ്ട്. ഓക്കെ, പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസുലേറ്റിംഗ് ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ പോലും അതിനെന്താണ് മോയ്സ്ചർ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് അതിന്. അത് നല്ലതാണോ? വെള്ളത്തിനെ ഈർപ്പത്തിനെ വലിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലാണ്. അതൊരിക്കലും ഈർപ്പത്തിനെ വലിക്കാൻ പാടില്ല. പക്ഷെ എന്താണ് ഇറ്റ് അബ്സോർബ് മോയ്സ്ചർ റെഡിലി. പിന്നെ ഇതിന് വരുന്ന രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് സോഫ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സോഫ്റ്റായി മാറും. എപ്പോൾ? കൂടുതൽ ടെമ്പറേച്ചറിൽ. എന്താ പറയുക വെൻ ഹീറ്റഡ് ടു എ ടെമ്പറേച്ചർ ഓഫ് 60 ഡിഗ്രി ടു 70 ഡിഗ്രി, 60-70 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ നമ്മൾ ഈ ഒരു മെറ്റീരിയലിനെ ചൂടാക്കുകയാണെങ്കിൽ ഇത് സോഫ്റ്റായി മാറും. ഓക്കെ, പിന്നെന്താണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്? സ്വെല്ല് എന്ന് പറഞ്ഞാൽ വീർക്കും. എപ്പോൾ? ഈ മിനറൽ ഓയിൽ ആയിട്ട് കോണ്ടാക്റ്റ് വരും. ഓക്കെ, പിന്നെ അതേപോലെ എന്താണ് ഇതിൻ്റെ ഏജ് കൂടുമ്പോൾ. ഓക്കെ, ലൈറ്റുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ അതേപോലെ ഏജ് കൂടുക എന്ന് പറഞ്ഞാൽ എന്താ? പ്രായം കൂടിക്കൂടി വരികയാണ്. പ്രായം കൂടിക്കൂടി വരിക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിൻ്റെ ആയുസ് കൂടിക്കൂടി വരികയാണ്. പിന്നെ ഇതിങ്ങനെ
സൺലൈറ്റുമായിട്ട് എക്സ്പോഷർ വരികയാണെങ്കിൽ അതെന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, അത് സ്വെല്ല് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ബേസിക്കലി പറയുന്ന കാര്യം പ്യുവർ റബ്ബർ നമ്മൾ ഒരിക്കലും ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കാറില്ല. ഓക്കെ, അതിൽ പലതരത്തിലുള്ള മിക്സിംഗ് ഒക്കെ ചെയ്തതിന് ശേഷമേ നമ്മളത് യൂസ് ചെയ്യാറുള്ളൂ. പ്യുവർ റബ്ബർ കനോട്ട് ബി യൂസ്ഡ് ആസ് എ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ റബ്ബറിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. റബ്ബറിൻ്റെ കാര്യത്തിൽ നമ്മൾ കൂടുതലും അതിൻ്റെ ഡ്രോബാക്ക് തന്നെയാണ് പറഞ്ഞത്. റബ്ബർ നമ്മൾ പറഞ്ഞു നാച്ചുറലായിട്ടും ഉണ്ട്, സിന്തറ്റിക് ആയിട്ടുള്ള റബ്ബറും അവൈലബിൾ ആണ്. ഓക്കെ, അതിന് ഇൻസുലേറ്റിംഗ് ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ പോലും എന്താണ്, അതിന് പലതരത്തിലുള്ള ഡ്രോബാക്ക് ഉണ്ട്. എന്തൊക്കെയാണ് ഡ്രോബാക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യാനുള്ള അത് അബ്സോർബ് ചെയ്യാറുണ്ട് മോയ്സ്ചറിന്. രണ്ടാമതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മെറ്റീരിയലിനെ ഹീറ്റ് ചെയ്യുകയാണ്. ഒരു ടെമ്പറേച്ചർ റേഞ്ച് 60 മുതൽക്ക് 70 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ സോഫ്റ്റ് ആവാനുള്ള ടെൻഡൻസി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് സ്വെല്ല് ചെയ്യാനുള്ള ടെൻഡൻസിയും ഉണ്ട്. എപ്പോഴൊക്കെ മിനറൽ ഓയിലുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ. അതുകൂടാതെ തന്നെ ഈ ഒരു മെറ്റീരിയലിന് ഏജ് കൂടി വരികയാണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഏജ് കൂടി വരുന്ന ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ സൺലൈറ്റുമായിട്ട് എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിലും ഇതിന് സ്വെല്ലിങ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർ റബ്ബർ നമ്മൾ ഒരിക്കലും ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലായിട്ട് ഉപയോഗിച്ച് കണ്ടുവരാറില്ല. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് വരുന്ന മെറ്റീരിയലാണ് VIR. എന്താണ് VIR? VIR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൾക്കനൈസ്ഡ് ഇന്ത്യൻ റബ്ബർ. ഓക്കെ, ഇത് ചില സമയത്ത് ഫുൾ ഫോമായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, VIR, വാട്ട് ഡു യു മീൻ ബൈ VIR? അപ്പോൾ ആദ്യം എഴുതണം വൾക്കനൈസ്ഡ് ഇന്ത്യൻ റബ്ബർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആദ്യമായിട്ട് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല രീതിയിലുള്ള ഇലക്ട്രിക്കൽ ഇൻസുലേറ്ററാണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യൂല. ഓക്കെ, അറ്റ്മോസ്ഫിയറിലുള്ള മോയ്സ്ചറിനെ എന്താ ചെയ്യുക, അത് അബ്സോർബ് ചെയ്യൂല. ഓക്കെ, പിന്നെ വാട്ടർ പ്രൂഫാണ്. ഓക്കെ, കുറേ കാലമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇതിനും ഒരു ഡ്രോബാക്ക് ഉണ്ട്. എന്താ ഡ്രോബാക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൾഫർ കണ്ടൻറ്റുമായിട്ട് കോണ്ടാക്റ്റ് വരികയാണെങ്കിൽ ഇത് കോപ്പറിനെ അറ്റാക്ക് ചെയ്യും. ഓക്കെ, സൾഫർ കണ്ടൻറ്റുമായിട്ട് കോണ്ടാക്റ്റ് വരികയാണെങ്കിൽ ഓക്കെ, ഈ VIR സൾഫർ കണ്ടൻറ്റുമായിട്ട് ഏതെങ്കിലും രീതിയിൽ കോണ്ടാക്റ്റ് വരികയാണെങ്കിൽ ഇത് കോപ്പറിനെ അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ എന്താണ്, കേബിൾ യൂസിങ് VIR ഇൻസുലേഷൻ ദ കോപ്പർ കണ്ടക്ടർ ഈസ് ടിൻഡ്. എന്താണ് ടിൻഡ് എന്ന് പറഞ്ഞാൽ? ടിന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ പ്രതിരോധശേഷിയുള്ള ഒരു മെറ്റീരിയലാണ് ടിന്ന്. ഓക്കെ, അപ്പോൾ ഈ കോപ്പർ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഇൻസുലേറ്ററാണ്. ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ പുറത്ത് കൊടുക്കുന്നതാണ്, കണ്ടക്ടറിൻ്റെ പുറത്ത് കൊടുക്കുന്ന ഒരു മെറ്റീരിയലാണ് എന്ത്, ഇൻസുലേറ്റർ. അപ്പോൾ ആ ഇൻസുലേറ്ററായിട്ടാണ് നമ്മൾ VIR ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ VIR ഉപയോഗിക്കുന്ന സമയത്ത് VIRും സൾഫറുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്, അത് കോപ്പറിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഈ കോപ്പർ എന്ന് പറഞ്ഞാൽ കണ്ടക്ടർ മെറ്റീരിയൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ കോപ്പർ വയറിനെ നമ്മൾ എന്ത് ചെയ്തു, അതിന് ടിന്നുമായിട്ട് കോണ്ടാക്റ്റ് വരികയാണ്. ഓക്കെ, ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യണ മുന്നേ തന്നെ നമ്മൾ കോപ്പർ കണ്ടക്ടറിനെ ടിന്നുമായിട്ട് കോണ്ടാക്റ്റിൽ വരികയാണ്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ഒരു പരിധി വരെ ഇതിനെ പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് വൾക്കനൈസ്ഡ് ഇന്ത്യൻ റബ്ബറിൽ പറയേണ്ട കാര്യങ്ങൾ. ഓക്കെ, എന്താണ് VIR ഇൻസുലേഷൻ, ദ കോപ്പർ കണ്ടക്ടർ ഈസ് ടിൻഡ് ബിഫോർ പ്രൊവൈഡിങ് ദ ഇൻസുലേഷൻ. ഓക്കെ, ഇൻ കേബിൾസ് യൂസിങ് VIR ഇൻസുലേഷൻ ദ കോപ്പർ കണ്ടക്ടർ ഈസ് ടിൻഡ് ബിഫോർ പ്രൊവൈഡിങ് ദ ഇൻസുലേഷൻ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ VIR വെൻ ഇറ്റ് ഈസ് ഇൻ കോൺടാക്ട് വിത്ത് സൾഫർ കണ്ടൻറ്റ് ഇറ്റ് അറ്റാക്സ് കോപ്പർ. അതുകൊണ്ടാണ് നമ്മൾ ബേസിക്കലി ടിന്ന് ചെയ്യണത്. ഓക്കെ, പിന്നെന്താണ് പറയേണ്ടത്, ഇനി പറയാനുള്ളത് മൂന്നാമത്തെ ഇൻസുലേറ്റിംഗ് മെറ്റീരിയലാണ്. എന്താണ് മൂന്നാമത്തെ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ? ഇംപ്രഗ്നേറ്റഡ് പേപ്പർ. ഓക്കെ, ഇംപ്രഗ്നേറ്റഡ് പേപ്പർ.
ഇത് പറയുകയാണെങ്കിൽ നല്ലൊരു ചീപ്പായിട്ടുള്ള ഒരു എന്താ പറയുക മെറ്റീരിയലാണ്, ഇൻസുലേറ്റിംഗ് മെറ്റീരിയലാണ് ഏത് ഈ ഇംപ്രഗ്നേറ്റഡ് കോപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പയർ ചെയ്യുമ്പോൾ VIR ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹീറ്റ് കണ്ടക്ടിവിറ്റിയാണ്. ഓക്കെ, ഹീറ്റിനെ കണ്ടക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി, ഓക്കെ, അത് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. ആരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ VIR ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇംപ്രഗ്നേറ്റഡ് പേപ്പറിൻ്റെ ഹീറ്റ് കണ്ടക്ടിവിറ്റി അതേപോലെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി, ആരെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി, നമ്മളുടെ ഹയർ ടെമ്പറേച്ചറിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലാണ്. ആർക്ക്? നമ്മളുടെ ഇംപ്രഗ്നേറ്റഡ് പേപ്പറിന്. ഓക്കെ, ഇംപ്രഗ്നേറ്റഡ് പേപ്പറിന് എന്താണ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി, ഹയർ ടെമ്പറേച്ചറിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്, ഓക്കെ, ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഹൈഗ്രോസ്കോപ്പിക്. ഹൈഗ്രോസ്കോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഇംപ്രഗ്നേറ്റഡ് വിത്ത് അതർ കോമ്പൗണ്ട് ഇറ്റ് അബ്സോർബ്സ് മോയ്സ്ചർ. ഓക്കെ, ഇതിനെ വേറൊരു രീതിയിൽ വേറൊരു മെറ്റീരിയലായിട്ട് ഇംപ്രഗ്നേറ്റ് ചെയ്താലും, വേറൊരു കോമ്പൗണ്ടുമായിട്ട് ഈ പേപ്പറിനെ ഇംപ്രഗ്നേറ്റ് ചെയ്താലും എന്താണ്, ഇതിന് മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോഴേക്ക് അതുകൊണ്ട് തന്നെ നമ്മളെന്താ ചെയ്യണത്, ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് നമ്മൾ ബേസിക്കലി പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതിനെ നമ്മൾ ഒരിക്കലും എന്താണ് അൺസീൽഡ് ആയിട്ട് വെക്കാറില്ല. ഓക്കെ, നമ്മൾ ഒരിക്കലും എന്താ ചെയ്യണത്, ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഇംപ്രഗ്നേറ്റഡ് പേപ്പറിന് ഒരു സം സോർട്ട് ഓഫ് പ്രൊട്ടക്റ്റീവ് കവറിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെ ഒരിക്കലും നമ്മൾ അൺസീൽഡ് ആയിട്ട് വെക്കാറില്ല. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇംപ്രഗ്നേറ്റഡ് ആയിട്ടുള്ള പേപ്പറിൻ്റെ പ്രോപ്പർട്ടീസായിട്ട് വരുന്നത്. എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ്? ചീപ്പറായിട്ടുള്ള മെറ്റീരിയലാണ്. പിന്നെന്താണ് മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് പറയണത് അതിൻ്റെ ഹീറ്റ് കണ്ടക്ടിവിറ്റീനെയാണ്. ഓക്കെ, VIR ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹീറ്റ് കണ്ടക്ടിവിറ്റിയും അതേപോലെ തന്നെ ഹയർ ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും കൂടുതലാണ്. ഓക്കെ, ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഗ്രോസ്കോപ്പിക് ആണ്. ഓക്കെ, മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലാണ്. ഓക്കെ, പിന്നെന്താണ്, അതുകൊണ്ട് തന്നെ നമ്മളെന്താ ചെയ്യണത്, ഇത് എന്താ പറയുക, എന്തെങ്കിലും തരത്തിലുള്ള പ്രൊട്ടക്റ്റീവ് കവറിങ് ഇതിൻ്റെ മുകളിൽ പ്രൊവൈഡ് ചെയ്യണുണ്ട്. ഇതൊരിക്കലും അൺസീലായിട്ട് ചെയ്യാറില്ല, അൺസീലായിട്ട് വെക്കാറില്ല ഈ ഇംപ്രഗ്നേറ്റഡ് പേപ്പർ. ഇനി അവസാനമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് പോളിവിനൈൽ ക്ലോറൈഡ്. ഓക്കെ, പോളിവിനൈൽ ക്ലോറൈഡ് ഇതാണ് നമ്മൾ അവസാനമായിട്ട് വരുന്ന ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിന്തറ്റിക് കോമ്പൗണ്ടാണ്. ഓക്കെ, സിന്തറ്റിക് കോമ്പൗണ്ടാണ്. ഇത് നമ്മൾ ബേസിക്കലി ഉണ്ടാക്കണത് അല്ലെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പ്രോസസ്ഡ് വിത്ത് പ്ലാസ്റ്റിസൈസർ. ഓക്കെ, പ്ലാസ്റ്റിസൈസർ എന്നുള്ള മെറ്റീരിയലായിട്ട് പ്രോസസ്സിങ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു PVC എന്നുള്ള മെറ്റീരിയൽ ഓക്കെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യണം. ഓക്കെ, പിന്നെ ഇതിൽ വരുന്ന ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇനേർട്ട്. ഓക്കെ, ഇറ്റ് ഈസ് ഇനേർട്ട് ടു ഓക്സിജൻ ആൻഡ് ഓയിൽസ് ആൻഡ് ടു മെനി ആൽക്കലീസ് ആൻഡ് ആസിഡ്സ്. ഓക്കെ, therefore it is preferred over VIR in extreme situation such as cement factory or chemical factory. സിമെൻറ്റ് ഫാക്ടറിയിലും കെമിക്കൽ ഫാക്ടറിയിലൊക്കെ നമ്മൾ ബേസിക്കലി PVC ആണ് ഉപയോഗിക്കാറ്, ബേസിക്കലി എന്തിൻ്റെ ഇതായിട്ട് ഇൻസുലേറ്റിംഗ് മെറ്റീരിയലായിട്ട്. ഓക്കെ, എക്സ്ട്രീം സിറ്റുവേഷൻസിലൊക്കെ ഇതാണ് ഉപയോഗിക്കാറ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഇനേർട്ട് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യുക. ഏതൊക്കെ കണ്ടീഷനിൽ? ഓക്സിജൻ, ഓയിൽ, അതേപോലെ തന്നെ ആസിഡും ആൽക്കലിയും ഒക്കെ ഒരു വരുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ നമ്മളെന്താണ് VIR ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു PVC ആണ് എക്സ്ട്രീം സിറ്റുവേഷനിൽ ഉപയോഗിക്കാറ്. പിന്നെ പറയേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PVC ഇൻസുലേറ്റഡ് കേബിൾസ്. ഓക്കെ, അത് നമ്മൾ ബേസിക്കലി ഉപയോഗിക്കുന്നത് ലോ ആൻഡ് മീഡിയം വോൾട്ടേജ്. ഓക്കെ, ലോ ആൻഡ് മീഡിയം വോൾട്ടേജ് ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ ലൈറ്റ്സ്, അതേപോലെ തന്നെ പവർ ഇൻസ്റ്റാളേഷൻ. ഓക്കെ, ഇതിനൊക്കെ ഉപയോഗിക്കും. എന്തുകൊണ്ടാണ്? അതിൻ്റെ ലോ കോസ്റ്റ് കാരണം. ഓക്കെ,
ഇതിൻ്റെ ലോ കോസ്റ്റ് കാരണം നമ്മളിത് ഈ പല കാര്യങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ ലൈറ്റ്, പവർ ഇൻസ്റ്റാളേഷൻ, ഓക്കെ, ലോ ആൻഡ് മീഡിയം വോൾട്ടേജ് ട്രാൻസ്മിഷൻ, അതിനൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അതാണ് പോളി വിനൈൽ ക്ലോറൈഡിൻ്റെ പ്രോപ്പർട്ടീസും അത് ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ എവിടേക്കാണെന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് കേബിൾസ് യൂസ്ഡ് ഇൻ ഇൻറ്റേർണൽ വയറിംഗ്. അതിനുമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കേബിൾസ് യൂസ്ഡ് ഇൻ ഇൻറ്റേർണൽ വയറിംഗ് വെച്ചിട്ട് നമ്മൾ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന ആദ്യത്തെ ക്ലാസിഫിക്കേഷനാണ് അക്കോർഡിംഗ് ടു കണ്ടക്ടർ മെറ്റീരിയൽസ് യൂസ്ഡ്. ഓക്കെ, കണ്ടക്ടർ മെറ്റീരിയൽസ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റേർണൽ വയറിങ്ങിൽ നമ്മൾ വയർ എംപ്ലോയ് ചെയ്തിട്ടുള്ളത്, ദ വയർസ് എംപ്ലോയിഡ് ഫോർ ഇൻറ്റേർണൽ വയറിംഗ് ഓഫ് ബിൽഡിംഗ് മേ ബി ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആണ്. പലതരത്തിലുള്ള ഗ്രൂപ്പുമായിട്ടാണ് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് വയറിന്. ഓക്കെ, ഇൻറ്റേർണൽ വയറിങ്ങിന് പ്രൊവൈഡ് ചെയ്യണ വയറുകൾ നമ്മൾ പല കാറ്റഗറി ആയിട്ട് എന്താ ചെയ്തിട്ടുണ്ട്, നമ്മൾ പല ഗ്രൂപ്പായിട്ട് തരം തിരിച്ചിട്ടുണ്ട്, ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിട്ട്. ഓക്കെ, കണ്ടക്ടർ എന്നുള്ള രീതിയിൽ, നമ്പർ ഓഫ് കോർസ് എന്നുള്ള രീതിയിൽ, പിന്നെ വോൾട്ടേജ് ഗ്രേഡിംഗ് എന്ന രീതിയിൽ, പിന്നെ ടൈപ്പ് ഓഫ് ഇൻസുലേഷൻ യൂസ്ഡ്, ഇതിൻ്റെയൊക്കെ രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കേബിള് ഏത് തരത്തിലുള്ള വയറിംഗ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ള രീതിയിൽ. ഓക്കെ, അക്കോർഡിംഗ് ടു കണ്ടക്ടർ മെറ്റീരിയൽസ് യൂസ്ഡ്. ഓക്കെ, അക്കോർഡിംഗ് ടു കണ്ടക്ടർ മെറ്റീരിയൽസ് യൂസ്ഡ് നമ്മൾ ബേസിക്കലി പറയണത് ഒന്ന് കോപ്പർ കണ്ടക്ടർ കേബിൾസും ഒന്ന് അലുമിനിയം കണ്ടക്ടർ കേബിൾസും. കണ്ടക്ടർ ഏതാണെന്നുള്ള രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള രണ്ട് രീതിയിലാണ്, ഒന്ന് കോപ്പർ കണ്ടക്ടറും ഒന്ന് അലുമിനിയം കണ്ടക്ടറും. ഓക്കെ, ഇനി രണ്ടാമതായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദ നമ്പർ ഓഫ് കോർ. അക്കോർഡിംഗ് ടു ദ നമ്പർ ഓഫ് കോർ ദ കേബിൾ കൺസിസ്റ്റ്. ഓക്കെ, നമ്പർ ഓഫ് കോറ് നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള കേബിളുകളാണ് ഉള്ളത്. സിംഗിൾ കോർ കേബിൾ ഉണ്ട്, ട്വിൻ കോർ കേബിൾ ഉണ്ട്, 3 കോർ കേബിൾ ഉണ്ട്, 2 കോർ വിത്ത് ECC. ECC എന്ന് പറഞ്ഞാൽ എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടർ കേബിൾ. ഓക്കെ, എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടർ കേബിൾ, അതിനാണ് ECC കേബിൾസ് എന്ന് പറഞ്ഞാൽ, എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടർ കേബിൾ. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കോറിൻ്റെ അനുസരിച്ച്, ഓക്കെ, കേബിളിൻ്റെ കോറിനനുസരിച്ച് നമ്മൾ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സിംഗിൾ കോറ്, ട്വിൻ കോറ്, 3 കോറ്, 2 കോർ വിത്ത് ECC. ഓക്കെ, ഇനി വോൾട്ടേജ് ഗ്രേഡിങ്ങിൻ്റെ അനുസരിച്ച്, വോൾട്ടേജ് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 250/440 വോൾട്ട് കേബിൾസ് ഉണ്ട്, അതേപോലെ 650/1100 വോൾട്ട് കേബിൾസ് ഉണ്ട്. ഈ രണ്ട് തരത്തിലുള്ള വോൾട്ടേജ് ഗ്രേഡിങ്ങിൻ്റെ അനുസരിച്ച് നമ്മൾ കേബിൾസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതുകൂടാതെ തന്നെ വേറൊരു എന്താ പറയുക ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എന്താണ്, ടൈപ്പ് ഓഫ് ഇൻസുലേഷൻ. ഏതൊക്കെ തരത്തിലുള്ള ഇൻസുലേഷനാണ് കേബിൾസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ബേസിസിലും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെറ്റീരിയൽസിനനുസരിച്ചാണ്. വൾക്കനൈസ്ഡ് ഇന്ത്യൻ റബ്ബർ കേബിൾസ്, പിന്നെന്താ പോളി വിനൈൽ ക്ലോറൈഡ് കേബിൾസ്. ഓക്കെ, അങ്ങനത്തെ 2-3 തരത്തിലുള്ള കേബിൾസ് ഉണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്. എന്തെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക. ക്ലാസ് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു.